ഈ ഒരു മത്സരത്തോടു കൂടി ബംഗളൂരു എഫ്.സി ISL ഒരു റെക്കോർഡ് ഇടുകയാണ്. അതായത് ISLന്റെ തുടക്കത്തിലെ 4 മത്സരങ്ങൾ ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. സോ വെറും ക്ലീൻ ഷീറ്റ് മാത്രമല്ല, അവർ നിലവിൽ 4 മത്സരങ്ങൾ കഴിയുമ്പോൾ പോയിന്റ് ടേബിൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ 3 മത്സരം വിജയിച്ചെങ്കിൽ ഈ മത്സരത്തിൽ മുംബൈ സിറ്റി FC-ക്കെതിരെ ഒരു എവേ മത്സരത്തിൽ ഒരു ഗോൾ രഹിത സമനില സ്വന്തമാക്കിയിട്ടാണ് ഈ പറഞ്ഞതുപോലെ 4 ക്ലീൻ ഷീറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നേടിയെടുക്കുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും BFCയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് എന്നൊക്കെ പറയാം. കാരണം അവർ സ്റ്റിൽ അൺബീറ്റൺ ആണെങ്കിൽ മുംബൈ സിറ്റി FC സംബന്ധിച്ചിടത്തോളം അവർ വില്ലസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അവരുടെ സീസണിലെ ആദ്യത്തെ ഹോം മാച്ച് ആയിട്ടും അവർക്ക് ആ ഒരു ആദ്യ വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ വർഷത്തെ ISL കപ്പ് വിന്നേഴ്സാണ്. 3 മത്സരങ്ങൾ കഴിയുമ്പോഴത്തേക്കും 2 പോയിന്റ് മാത്രമായിട്ട് അവർ പോയിന്റ് ടേബിളിൽ ഇപ്പോൾ 11-ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ഡിസപ്പോയിൻമെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് കളിയുടെ തുടക്കത്തിൽ എസ്പെഷ്യലി ആദ്യത്തെ 30 മിനിറ്റിലൊക്കെ ഒരു മുംബൈ സിറ്റി FC ഡോമിനേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അതിനുശേഷമൊക്കെ ഒരു BFC പറഞ്ഞ അറ്റാക്സും ഷോട്ട്സ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നൊരു സമയത്ത് അവർ മുംബൈ സിറ്റി FC ചില ചേഞ്ചസ് വിക്രമിനെ മാറ്റിയിട്ട് നൗഫലൊക്കെ വന്നു. നൗഫൽ സത്യം പറഞ്ഞ ഒരു നല്ല പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ് കേട്ടോ. കാരണം ആ ഒരു ഫിസിക്കൽ ഇതാണെങ്കിലും നല്ല സ്പീഡുള്ള പ്ലെയറാണ്. ലെഫ്റ്റിലൂടെ കട്ട് ഇൻസൈഡ് ചെയ്ത് ഒരു ഷോട്ട്സ് എടുക്കാനും ക്രോസ് ചെയ്യാനും ഇങ്ങനെയുള്ള കേപ്പബിലിറ്റീസൊക്കെ അദ്ദേഹത്തിനുണ്ട്. ഇനിയും കൂടുതൽ മാച്ചൊക്കെ കളിച്ച് സെറ്റായിട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മത്സരത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി BFCയുടെ കയ്യിൽ കളി ആയ പോലെ ഒരു സാഹചര്യങ്ങളിലൊക്കെയാണ് വന്നത്. ഇപ്പം എന്നാൽ ഇരു ടീമുകൾക്കും ഗോളടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അത് മിസ്സായിപ്പോയ അവസരങ്ങളുണ്ടായിരുന്നു. അതുപോലെ നല്ല സേവ്സ്, എസ്പെഷ്യലി ഗുർപ്രീതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സേവൊക്കെ ഈ ഒരു മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ സ്റ്റിൽ അവരുടെ നിക്കോളാസ് കാരലിസൊക്കെ അങ്ങനെ ഒരു സ്കോറിങ്ങിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ലാലിംഗ്സ്വാല ചാങ്തയുടെ കാര്യം പറയുമ്പോഴത്തേക്കും അദ്ദേഹം നമുക്കറിയാം കഴിഞ്ഞ സീസണിലും അതിന് മുന്നത്തെ സീസണിലൊക്കെ ഒരു അൺസ്റ്റോപ്പബിളായിട്ട് കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ്. ഈ സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹം മറ്റേത് റൈറ്റ് വിങ്ങറൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് കളിക്കുന്നുണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ലെവൽ നോക്കുമ്പോഴത്തേക്കും അത്രയും മതിയോ എന്നുള്ളൊരു ചോദ്യം വരുന്നു. ഇനിയിപ്പം ക്യാപ്റ്റൻസി അദ്ദേഹമാണ് ക്യാപ്റ്റനായിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു പ്രഷർ എന്തെങ്കിലും ആണോ എന്നുള്ളത് അറിയത്തില്ല. കാരണം റീസെൻ്റ്ലി ഇപ്പോൾ നാഷണൽ ടീമിലൊക്കെ കളിച്ചപ്പോൾ പോലും വളരെ കുറച്ച് പ്ലെയേഴ്സ് നന്നായിട്ട് കളിച്ചു. അതിൽ സ്റ്റാൻഡ് ഔട്ടായിട്ടൊക്കെ കളിച്ച പ്ലെയറാണ് ചാങ്തി. മുംബൈയിലോട്ട് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം മോശമായിട്ട് കളിക്കുന്നു എന്നുള്ളതല്ല പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയോ ഒരു മിസ്സിങ് ഉണ്ടോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. സോ അതാണ് മുംബൈ സിറ്റി FC സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ടീമിൽ എസ്പെഷ്യലി മിഡ്ഫീൽഡിൽ നിന്നിപ്പം ജെറമി മൻസോറോ ഒന്നും ആ ഒരു ഇതിലേക്ക് വരുന്നില്ല. ഇപ്പം നിക്കോളാസ് കാരലിസ് ആണെങ്കിലും നമ്മൾ ഇതിൽ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. സോ എന്താണെങ്കിലും ഇനി മുന്നോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അവർ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇവർ ഇപ്പം പുതിയ സ്ട്രൈക്കറാണ് ISLോട്ട് വന്നേയുള്ളൂ, ഇപ്പം സ്കോറിങ്ങിലേക്കൊക്കെ വരുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കി കാണാം. എന്താണെങ്കിലും മുംബൈ സിറ്റി FCയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആദ്യ ഫേസ് ഓഫ് ISL മത്സരങ്ങൾ കഴിയുമ്പോഴത്തേക്കും അത്ര നല്ലൊരു രൂപത്തിലല്ല അവരുള്ളത് എന്നുള്ളതാണ് പറയേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മത്സരത്തെ പറ്റിയിട്ട് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? കമ്പോസ് സനിയ.